ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, അതുപോലെ ഷെഫുമാർ, ഈ ഫീൽഡിലുള്ള ഒക്കെയുള്ള ആളുകൾക്ക് ഓസ്ട്രേലിയയിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ജോലി സാധ്യത. ഇന്ത്യയിൽ ഈ ഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിൽ, കേരളത്തിലൊക്കെ ആയിട്ട്, വിദേശത്തൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർ. അപ്പം ഇങ്ങനെയുള്ള ഫീൽഡിലുള്ളവർക്കും ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹം കാണും. ആ ഫീൽഡിലുള്ളവർക്ക് ഇവിടെ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് 100% ആധികാരികമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചും പലരോട് ചോദിച്ചും വായിച്ചും അറിഞ്ഞൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചാണ് ഞാനിത് പറയുന്നത്. ഇവിടെ ഈ ഈ ഫീൽഡിന് പൊതുവെ ട്രേഡ് എന്നാണ് പറയുന്നത്. അതായത് മാനുവൽ സ്കിൽഡ് ഒക്യുപ്പേഷൻസിന് ട്രേഡ് എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഈ ഷെഫും, ഇലക്ട്രീഷ്യൻ, പ്ലംബിങ്, മെക്കാനിക്സ്, അങ്ങനത്തെയുള്ള ഫീൽഡിലുള്ള ജോലികളൊക്കെ. അപ്പം ഈ ഫീൽഡിന് ഇങ്ങോട്ട് വരുന്നതിന് കുറച്ച് റിക്വയർമെന്റ്സ് ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് റിക്വയർമെന്റ് ആണ് ഒരു സ്കിൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഓഫ് ഷോർ സ്കിൽ അസസ്മെന്റ് പ്രോഗ്രാം, ഒസാപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത് TRA, ട്രേഡ് റെക്കഗ്നീഷൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ പഠിച്ച ആളുകൾ, ഇപ്പം ഡിഗ്രി ഉള്ളവരായിരിക്കാം, ഡിപ്ലോമ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്തവരായിരിക്കാം. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും നമ്മുടെ എക്സ്പീരിയൻസും ഓസ്ട്രേലിയയിലെ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയറബിൾ ആണോ എന്നാണ് അവർ അസസ് ചെയ്യുന്നത്. അപ്പം അതിന് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഡോക്യുമെന്റ്സ്, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് ഡോക്യുമെന്റ്സ്, ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ റെഫറൻസ് ഉണ്ടാവുമല്ലോ, വർക്ക് റെഫറൻസ്. അപ്പോൾ ആ റെഫറൻസിൻ്റെ ഡോക്യുമെന്റ്സ് ഇതെല്ലാം അവർ അസസ് ചെയ്യും. അത് കഴിയുമ്പം അവരൊരു ചില സ്ഥലത്ത് അവർ ഒരു ടെക്നിക്കൽ ഇന്റർവ്യൂ നടത്താറുണ്ട്. അതായത് ചിലപ്പോൾ അത് ഓൺലൈൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പൊ ടെക്നിക്കൽ ഇന്റർവ്യൂ ചിലപ്പോൾ ഓൺലൈൻ ആയിരിക്കും. അത് കഴിഞ്ഞുള്ള ഒരു പ്രാക്ടിക്കൽ അസസ്മെന്റ് ഉണ്ട്. ആ പ്രാക്ടിക്കൽ അസസ്മെന്റ് ഇപ്പം ഉള്ളവരാണെങ്കിൽ ഈ TRA അപ്രൂവ്ഡ് ആയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ടാവും ഇന്ത്യയിൽ. അപ്പോൾ അവിടെ ചെന്ന് നമ്മളൊരു പ്രാക്ടിക്കൽ അസസ്മെന്റ് നടത്തേണ്ടി വരും. അപ്പോൾ അതും കൂടെ പാസ്സായി കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ഒസാപ്പ് നമ്മൾ പാസ്സായി, സ്കിൽ അസസ്മെന്റ് പാസ്സായി എന്ന് പറയാം. അപ്പം ഇപ്പൊ അതിന്റെ റിക്വയർമെന്റ്സ്, ഇപ്പൊ നമ്മൾ ഒസാപ്പിന് എലിജിബിൾ ആണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നത് ഈ ഓസ്ട്രേലിയയിലെ സർട്ടിഫിക്കറ്റ് 3 ലെവലുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് നാട്ടിലുണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് പറയുന്നത് ചില ട്രേഡിൽ, ചില ഫീൽഡുകളിൽ, മിക്കവാറും ഫീൽഡുകളിലും അവർക്ക് 3 to 4 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അതുണ്ട്. അത് അവർ എനിക്കൊന്ന് മിനിമം 6 ആണ്. പക്ഷെ അത് ഓരോ ട്രേഡിന് മാറി വരുമെന്ന് തോന്നുന്നു. അതുപോലെ എന്തോരം പ്രൊഫിഷ്യൻസി ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ജോലി കിട്ടാനും വിസയ്ക്കുള്ള സാധ്യതകൾ കൂടി വരും. ഇതിന്റെ ഫീസ് ഒരു $1,000 to $1,500 വരും. അതായത് എനിക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇലക്ട്രീഷ്യന്മാർക്ക് ഒരു റേറ്റ് ആണ്, അല്ലെങ്കിൽ പ്ലംബേഴ്സിന് വേറൊരു ഫീസാണ്. അപ്പം ഒരു $1,000 to $1,500 ആണ് ഈ സ്കിൽഡ് അസസ്മെന്റിന്റെ മാത്രം ഫീസ് വരുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ലൈസൻസിങ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ടും ഇലക്ട്രീഷ്യന്മാർക്കും പ്ലംബേഴ്സിനുമാണ് വരുന്നത്. ഷെഫുമാർക്ക് ലൈസൻസിന്റെ ഒരു ആവശ്യം വരുന്നില്ല. അതായത് ഒരു സ്പെഷ്യൽ ലൈസൻസിന്റെ ആവശ്യമില്ല. അപ്പം ഇലക്ട്രീഷ്യന്മാർക്കും പ്ലംബേഴ്സിനും ഇവിടുത്തെ ഓസ്ട്രേലിയൻ ലൈസൻസ് ആവശ്യമുണ്ട്. അതായത് പ്ലംബിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ലൈസൻസ് എന്ന് പറയുന്ന ലൈസൻസിന്റെ ആവശ്യമുണ്ട്. അപ്പം ഈ ലൈസൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നൊരു ഗ്യാപ്പ് ട്രെയിനിങ്, അതായത് ഓസ്ട്രേലിയയിലെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ഇവിടുത്തെ കോഡ്സും റെഗുലേഷൻസും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഗ്യാപ്പ് ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് ഓരോ സ്റ്റേറ്റിനും മിക്കവാറും വ്യത്യാസമായിരിക്കും. അത് ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ട് കോഴ്സുകളും കാണും. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണോ വരാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തെ നമ്മുടെ ഒരു ഗ്യാപ്പ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിയുമ്പം ചില സ്ഥലങ്ങളിൽ അവരൊരു എക്സാമും നടത്തും. അത് പാസ്സായാലേ നമുക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നു. ലൈസൻസ് കിട്ടിയാൽ നമ്മുടെ സ്കിൽ അസസ്മെന്റ് കംപ്ലീറ്റ് ആയി നമുക്ക് വിസയ്ക്കുള്ള അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഷെഫുമാർക്ക് ലൈസൻസ് വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവർക്കും നമ്മുടെ സ്കിൽ അസസ്മെന്റ് വേണം. അത് കഴിയുമ്പം സർട്ടിഫിക്കറ്റ് 3 in കൊമേഴ്ഷ്യൽ കുക്കറി എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് 3 ഉള്ളൊരു കോഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർക്ക് 2 to 3 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്നാലേ അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഇനി നിങ്ങൾ ഇതെല്ലാം പാസ്സായെങ്കിൽ നിങ്ങൾക്കുള്ള മെയിൻ 3 വിസ ഓപ്ഷൻസിനെ പറ്റി ഞാൻ പറയാം. കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ എല്ലാം പറയുന്നില്ല. മെയിൻ ആയിട്ട് വരുന്നത് 189, 190 and 491. സോ 189 എന്ന് പറയുന്നത് ഒരു സ്കിൽഡ് ഇൻഡിപെൻഡന്റ് വിസയാണ്. അത് നമുക്ക്
ഒരു എംപ്ലോയറിന്റെ സ്പോൺസറിന്റെ ആവശ്യമില്ല. നമുക്ക് പോയിന്റും നമുക്ക് സ്കില്ലും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടും. അത്രയാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ. അപ്പം നമ്മുടെ ജോലി സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അതായത് ഓസ്ട്രേലിയയുടെ ഒരു ഗവൺമെന്റ് വെബ്സൈറ്റിൽ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ ജോലികൾ അതിനകത്ത് ഉള്ളതെന്ന്. അപ്പം അതിനകത്ത് നോക്കിയിട്ട് നമ്മുടെ ജോലി അതിനകത്തുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്കിൽ അസസ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം TRA ത്രൂ. അതുപോലെ നമുക്ക് പോയിന്റ് ബേസ്ഡ് ആണ്. ആ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ലാംഗ്വേജ് സ്കിൽ ഒക്കെ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. എന്തോരം ഉണ്ടോ അതനുസരിച്ച് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. അടുത്ത വിസ 190 ആണ്. അത് സ്കിൽഡ് നോമിനേറ്റഡ് വിസയാണ്. അതിന് നമുക്ക് പറയുന്നത് ഓരോ സ്റ്റേറ്റിന്റെയും സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിനകത്ത് നമ്മുടെ ജോലി ഉണ്ടായിരിക്കണം. പക്ഷെ ഇതിനകത്ത് നമ്മുടെ സ്റ്റേറ്റ് ഓർ ഒരു ടെറിട്ടറി എവിടെയാണോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അവർ നമ്മളെ നോമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിൽ അസസ്മെന്റ് വേണം. അതുപോലെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ സബ്മിറ്റും ചെയ്യണം. എന്നാലേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ ഓപ്ഷനാണ് 491 സബ് ക്ലാസ് 491 സ്കിൽഡ് വർക്ക് റീജിയണൽ വിസ. റീജിയണൽ ഏരിയയിലോട്ട് പോകാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ അത് കഴിയുമ്പോൾ 3 വർഷം നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് റെസിഡൻസിക്കുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷെ ഇതും സെയിം ആണ്. ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ടെറിട്ടറി നമ്മളെ നോമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ വിസേനെ പറ്റി ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വിസേനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് നേഴ്സുമാർക്ക് എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ കാര്യങ്ങളെല്ലാം സെയിം ആണ്. അതിന്റെ റിക്വയർമെന്റ്സും അതെങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസും എല്ലാം അതിനകത്തുള്ളത് സെയിം ആണ്. അപ്പൊ നിങ്ങൾ അത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ സ്കിൽ അസസ്മെന്റ് ഒക്കെ പാസ്സായി, നമുക്ക് ലൈസൻസും കിട്ടി. ഇനി നമ്മൾ എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കും? ജോലി കണ്ടുപിടിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ഓൺലൈൻ തന്നെയാണ്. അപ്പോൾ ജോബ് സെർച്ച് ചെയ്യുന്നത് ഇവിടെ മെയിനായിട്ട് 3 വെബ്സൈറ്റുകളാണുള്ളത്. സീക്ക്, ഇൻഡീഡ് അല്ലെങ്കിൽ ജോബ് ആക്റ്റീവ്. ഈ 3 വെബ്സൈറ്റുകളിലുമാണ് മെയിനായിട്ട് ഇവരുടെ ജോബുകൾ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ സൈറ്റിൽ കൂടെ നോക്കുക, അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഒരു റീജിയണൽ, അതായത് റീജിയണൽ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഉൾപ്രദേശം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ കുറച്ചുകൂടെ സാധ്യതയുണ്ട്. അവിടെ കോമ്പറ്റീഷൻ എപ്പോഴും കുറവായിരിക്കും ഉൾപ്രദേശങ്ങളിൽ. അതുപോലെ തന്നെ കിട്ടിയാൽ നമുക്ക് ലക്കിൽ നമുക്ക് ജോലി കിട്ടിയാൽ നമ്മൾക്ക് PR സാധ്യതയും കൂടുതലാണ്. ഓക്കെ, നമ്മൾ ഇപ്പം എല്ലാം ചെയ്തു, നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇനി പ്രധാന ചോദ്യം, നമുക്ക് കിട്ടുമോ? നമുക്കൊരു ജോലി ഇവിടെ കിട്ടുമോ? ഒരു പ്ലംബർ ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷെഫായിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ലിമിറ്റഡ് ആണ്. സത്യം പറഞ്ഞാൽ ലിമിറ്റഡ് തന്നെയാണ്. കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ളവർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലോക്കൽ വർക്ക് ഫോഴ്സിനെ തന്നെയാണ്. അതായത് ഇവിടെ പഠിച്ച് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ പഠിച്ചവർക്കും ഇവിടെ ജോലി ചെയ്തവർക്കും ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ സേഫ്റ്റി റെഗുലേഷൻസും ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ കോഡ്സും റെസ്ട്രിക്ഷൻസും ഒക്കെ അറിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെയുള്ളവരെ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില റീജിയണിൽ, ചില ഏരിയകളിൽ ഇപ്പം അവർ പ്ലംബേഴ്സിനെ ഇപ്പൊ ജോലിക്ക് അവർ സൈറ്റിലിട്ടെന്ന് വിചാരിക്കാം. പക്ഷെ അവർക്ക് സ്പെസിഫിക് റിക്വയർമെന്റ്സ് കാണും. അതായത് ഇപ്പൊ ആ ഏരിയയിലുള്ള പ്ലംബേഴ്സിനെ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻസിന് ഒരു അഗ്രികൾച്ചർ സിസ്റ്റം, ഒരു സ്പെസിഫിക് ഇലക്ട്രിക് വർക്ക് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ജോലി ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം എന്നൊരു റിക്വയർമെന്റ് ഉണ്ടാവും. അത് പക്ഷെ നമ്മുടെ നാട്ടിൽ ചിലപ്പം നമ്മുടെ പ്ലംബിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്നവര് ചെയ്ത ജോലി ആയിരിക്കണം എന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഓസ്ട്രേലിയയിലെ സർട്ടിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കാം. അങ്ങനെ പല റീസൺസ് ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവർ ഇവിടെയുള്ളവരെ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സ്പോൺസർഷിപ്പ്. അത് എല്ലാവരും തയ്യാറാവണം എന്നില്ല. എല്ലാ സ്റ്റേറ്റും അല്ലെ എല്ലാ എംപ്ലോയീസും നമ്മളെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാകണം എന്നില്ല. അപ്പം വേറാസ് ഇപ്പം നമ്മൾ സ്വയം നമ്മുടെ ഇൻഡിപെൻഡന്റ് സ്കിൽഡ് വിസ ആയിട്ട് നമുക്ക് പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ആ വിസ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം റിസ്കിലാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇവിടെ വന്ന് ജോലി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പല സൈറ്റിലും കാണുന്നുണ്ടാവും, ഇപ്പൊ ഇലക്ട്രീഷ്യനെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകും, അല്ലെ പ്ലംബേഴ്സിനെ ആവശ്യമുണ്ട്, വേറെ റിക്വയർമെന്റ്സ് ഒന്നുമില്ല, വേറെ എക്സാം ഒന്നും എഴുതണ്ട, അല്ലെങ്കിൽ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ വേണ്ട, ട്രെയിനിങ് ഒന്നും എടുക്കാതെ പെട്ടെന്ന് കൊണ്ടുപോകാം, 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ നാട്ടിലെ സാലറി ഉണ്ട്, PR കിട്ടും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക, വിജിലന്റ് ആയിരിക്കുക. ജോലി കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇങ്ങോട്ട് കൊണ്ടുവരുന്നുമുണ്ട്, ആളുകൾ വരുന്നുമുണ്ട്. പക്ഷെ
എപ്പോഴും ശരിക്കും അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ ഈ ജോലിക്കും ഈ ഒക്കെ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റുകളിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അന്വേഷിച്ചറിഞ്ഞിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. എന്താണേലും ഞാൻ നിരാശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ആളുകൾ വരുന്നുണ്ട്, പക്ഷേ ഇവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, സൈറ്റുകളിൽ അപ്ലൈ ചെയ്യുക എന്താണെങ്കിലും. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കെയർഫുൾ ആയിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും കാണാം. ശരി.